വണക്കം, ദിസ് ഇസ് ഷ്ടാഫ്. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് രാജധാനി ട്രെയിനിലെ സെക്കൻഡ് AC-യിലാണ്. ട്രിവാൻഡ്രം ടു ഒരു ഗോവ യാത്രയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. സെക്കൻഡ് ക്ലാസ് AC-യിൽ ട്രിവാൻഡ്രം ടു രാജധാനിയിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ സ്റ്റേ ട്യൂൺഡ് ഫ്രം കാപ്പ്. അപ്പോൾ ഇതൊരു സെക്കൻഡ് AC കമ്പാർട്ട്മെൻ്റ് ആണ്. ഞാനത് ആക്ച്വലി ഒരു 3-4 months മുന്നേ ബുക്ക് ചെയ്ത കേട്ടോ. നല്ല ചാർജറുമാണ്. ട്രിവാൻഡ്രം ടു ഗോവ പോകാൻ ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഓപ്ഷനാണ് ഈ ട്രെയിന്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ബർത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡോറിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ബർത്താണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സെക്കൻഡ് AC-യിൽ വേറെ ആരുമില്ല കേട്ടോ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു കമ്പാർട്ട്മെൻ്റ് അല്ല, ഈ ഒരു സെക്ഷനിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ ഡോർ സൈഡ് ആയതുകൊണ്ട്, ഇവിടെ ഡോറിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ബട്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 2 സൈഡിലും ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നാൽ രണ്ട് സൈഡിലും ഉണ്ട്. ബട്ട് നമ്മുടെ അവിടെ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്. നമുക്കതാ കമ്പിളി ഉണ്ട്, പില്ലോ ഉണ്ട്, ഇതൊക്കെ കിട്ടും. അതുപോലെ ഫുഡും ഉണ്ട്. അത് വന്നപ്പോൾ തന്നെ അപ്പർ ബർത്തിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് അത്? സൂപ്പറാണോ? അപ്പം നമ്മൾ എവിടേക്കാ പോണത്? അതൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മൾ ഗോവ പോവാണ് അല്ലേ? ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ അദ്ദുവിനെയും കൊണ്ട് ഒരു ട്രെയിനിൽ ലോങ് ജേർണി ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും തേർഡ് AC ബുക്ക് ചെയ്യായിരുന്നു, സെക്കൻഡ് AC ബുക്ക് ചെയ്തു. സെക്കൻഡ് AC എനിക്ക് 2400-500 ആ റേഞ്ച് തന്നെയാണ് ടിക്കറ്റ് വരുന്നത്. ഫസ്റ്റ് AC ആണെങ്കിൽ 1150 സംതിങ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അദ്ദുവിന് കുറച്ച് കംഫർട്ട് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ സെക്കൻഡ് AC ബുക്ക് ചെയ്യുന്നത്. അതേപോലെ ഞാനും സെക്കൻഡ് AC യാത്ര ചെയ്തിട്ടില്ല, തേർഡ് AC-ലാണ് എപ്പോഴും യാത്ര ചെയ്യാറ്. അപ്പോൾ ഇത് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആവുമെന്ന് കൂടെ വിചാരിച്ചാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് 7:15 എടുക്കുന്ന ട്രെയിന് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് മഡ്ഗാവൺ ഗോവയിലെത്തും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അതേപോലെ ഡിന്നർ ഉണ്ടെന്ന് തോന്നി, ഞാൻ മറന്നുപോയി. പണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുള്ളതാണ്, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നല്ലൊരു രാജധാനി യാത്രയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് 7:15 ട്രിവാൻഡ്രത്ത് നിന്ന് ആ ട്രെയിൻ എടുത്തു. അപ്പം നമ്മളിതാ ട്രെയിൻ യാത്ര എങ്ങോട്ടാണ് നമ്മൾ പോകണേ? അതോടെ ബീച്ചിൽ കളിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഇത് എന്ത് ചെയ്യാം? അത് ഗോവയിൽ പോകുമ്പോ എടുക്കാനുള്ളയാ. അത് ഗോവയിൽ പോകുമ്പോ എടുക്കാനുള്ളയാ. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ മിൽമയുടെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. മിൽമയുടെ ഉണ്ട്, നന്ദിനി മിൽക്ക് ഇല്ല, നന്ദിനി അവരുടെ ഒരു ഡ്രിങ്ക് കേട്ടോ. അതായത് ബദാം ഫ്ലേവേർഡ് മിൽക്ക് 30 രൂപയാണ്. ഇത് ബദാം ഫ്ലേവർ ഉണ്ട്, പിന്നെ പിസ്ത ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. പക്ഷെ ഭയങ്കര മധുരമാണ് കേട്ടോ. ഞങ്ങൾ നോർമലി എത്രയും മധുരം കഴിക്കാറില്ല, ഭയങ്കര മധുരമാണ്, തലയ്ക്ക് പിടിക്കുന്ന മധുരമാണ്. ബട്ട് കുഴപ്പമില്ല, നല്ല തണുപ്പുണ്ടെങ്കിൽ കുടിക്കാൻ രസമാണ്. 30 രൂപയാണ് മധുരം. അപ്പോൾ ഇനി നമുക്കിനി ഡിന്നർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് കുറച്ച് ചപ്പാത്തിയും കുറച്ച് കറിയൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. ഇവർ ഡിന്നർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതും കഴിക്കും. നമ്മൾ വാങ്ങിച്ച നന്ദിനി മിൽക്കിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ അത് കാണിച്ചിരുന്നു. ഇത് റോയ്ക്കകത്ത് അത് ബദാം ഒഴിച്ചാക്കി. ഇത് പിസ്തയാണ് അല്ലേ? 3 ഫ്ലേവർ മേടിച്ചു. ഇതിലേതാ അത് കഴിച്ചേ? ബദാമാണോ കഴിച്ചത്? ഇതാണോ കഴിച്ചത്? എങ്ങനെയുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അത് ഇതാണോ? ടേസ്റ്റ് ഉണ്ടോ? അത് ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? എന്ത് കഴിച്ചു? ഓ, ഇനി ഉറങ്ങണ്ടേ? ഓക്കെ. അതിന് അപ്പുറം പുറത്താ ഇഷ്ടപ്പെട്ടല്ലേ? അതോ എന്ത്? വെള്ളം നീ കഴിച്ചു. അത് കാണിച്ചു തരാം കേട്ടോ. വെള്ളമുണ്ട്, ജ്യൂസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞു. ഇവിടെ ഇവിടെ ഓക്കെ. അപ്പൊ അങ്ങനെ അദ്ദു ഇപ്പോൾ ഉറങ്ങി കേട്ടോ. അദ്ദു കുറേ നേരം ഇവിടെ നിന്ന് കളിച്ചു. നമ്മൾ ഭക്ഷണം അദ്ദുവിന് കരുതിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നോൺ വെജിന് നമ്മൾ ഓപ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡും വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്തൊക്കെയാന്നൊക്കെ നോക്കാം കേട്ടോ. ഇതെന്തോ ഒരു ചപ്പാത്തി റോളാന്ന് തോന്നുന്നു. പിന്നെ അതാ ഇതുണ്ട്, ഇത് കേർഡാണ്. വന്ദേ ഭാരതി കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ. പിന്നെ ഇതൊരു ആലു പൊട്ടറ്റോടെ എന്തൊരു കറിയുണ്ട്, പിക്കിളുണ്ട്, പിന്നെ ഡാൽ കറി ഉണ്ട്,
വിത്ത് ചപ്പാത്തി എന്നാണ്. റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും. വൈറ്റ് റൈസ് ഉണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡെസേർട്ട് പോലെ പായസമുണ്ട്. എന്താ അതൊരു എഗ്ഗോ ചിക്കൻ എന്തോ കറിയാണ്. പിന്നെ കേർഡുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രാജധാനിയിലെ ഡിന്നർ വരുന്നത്. നല്ല ഡിന്നറുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലൊരു ഡിന്നറാണ്. നമ്മുടെ വന്ദേ ഭാരതിലൊക്കെ വരുന്ന ഡിന്നറാട്ടോ. അങ്ങനെ ഒരു വന്ദേ ഭാരതിൻ്റെ ആ പാക്കിങ്ങാണ് ഇതിനകത്തൊക്കെ കാണിച്ചിരുന്നുണ്ട്. വന്ദേ ഭാരത് അതുകൊണ്ട് നമുക്ക് 2 പേർക്കും ഇതുപോലത്തെ 2 ഡിന്നർ ഫുഡ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങണം. നല്ല തണുപ്പുണ്ട്. മേളിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ്. അപ്പം നല്ല അടിപൊളി ഒരു ഭക്ഷണം കഴിക്കാം. നമുക്ക് ഞാൻ പൊട്ടറ്റോ ഉണ്ട്, ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് ഡാൽ കറിയാണ് കേട്ടോ. ഡാല് ഇന്നൊരു പായസം പോലത്തെ ആയിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കേട്ടോ. പിന്നെ 3 ചപ്പാത്തി ഉണ്ട്. പിന്നൊരു പിക്കിളുണ്ട്. നമുക്ക് ജസ്റ്റ് റൈസും കുറച്ച് ചിക്കൻ ഗ്രേവി ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. രാജധാനിയിൽ ഡിന്നർ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. കൊള്ളാം. മോശമല്ല കേട്ടോ, നല്ല ഫുഡാണ്. ദാലെങ്ങനെയുണ്ട്? അടിപൊളിയല്ല, ബട്ട് എന്താ പറയുക, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഡിന്നർ, വലിയ ഡിന്നറൊന്നും കഴിക്കാൻ പറ്റില്ല, ഹെവി ആയിട്ട്. ബട്ട് ദിസ് ഇസ് ഗുഡ്. അപ്പം നിങ്ങളും രാജധാനിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇതേപോലെ ഗോവയ്ക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് മീൽ ഓപ്ഷൻ കൊടുക്കാം, വെജ് ഓർ നോൺ വെജ്. നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ കറി വരും കേട്ടോ. സമയം ഇപ്പോൾ രാവിലെ ഒരു 6:45 ഒക്കെ ആയി. എവിടെ എത്തിയെന്ന് അറിയില്ല. നല്ല ഉറക്കമായിരുന്നു, നല്ല തണുപ്പുണ്ട്. ഒരു ചായ കൊണ്ടുവന്നു, നല്ല ചൂട് വെള്ളം, പിന്നെ അതിലിടാനായിട്ടൊരു ചെറിയ സാഷേ, ടീ ബാഗ്, പിന്നെ പാൽപ്പൊടി, പഞ്ചസാരയുണ്ട്, പിന്നെ ഒരു ചെറിയ ബിസ്ക്കറ്റുമുണ്ട്. ഇയാളെ ഒരു ടീ കൊണ്ടുവന്നത്, നല്ലൊരു ചൂട് ടീ കുടിക്കാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാത്രി. നമുക്ക് രാവിലെ വായിക്കാനായിട്ട് ഒരു പത്രമൊക്കെ കൊണ്ടുവരും. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചായ അല്ലെങ്കിൽ കോഫി കൊണ്ടുവരും. അതോടൊപ്പം വായിക്കാനൊരു പത്രങ്ങളാണ്. നല്ല സർവീസാണ് രാജധാനിയിലെ. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വരും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓപ്ഷൻ ഇന്ന് വേണമെന്ന് കൊടുത്തു. വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് പറഞ്ഞു. എനിക്കൊന്ന് നോൺ വെജ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെയാണ്. മുമ്പ് പോയപ്പോൾ നമ്മൾ നോൺ വെജ് മീലാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഓംപ്ലേറ്റ് ഒക്കെ ആയിരിക്കും. എവിടെ എത്തിയെന്ന് അറിയില്ല. എന്തായാലും കർണാടക ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഉടുപ്പി സ്റ്റേഷനിലാണ് കണ്ടത്. ഇതാണ് ഉടുപ്പി സ്റ്റേഷൻ. ഉടുപ്പി അത് മൂകാംബികയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഉടുപ്പി ഇറങ്ങിയിട്ടൊക്കെ പോകാം കേട്ടോ. ഉടുപ്പി ഇറങ്ങാം, മാംഗ്ലൂർ ഇറങ്ങാം. ബട്ട് എനിക്കൊന്ന് രാജധാനി വരികയാണെങ്കിൽ ഉടുപ്പി ആയിരിക്കും ഏറ്റവും നിയറസ്റ്റ് സ്റ്റേഷൻ. ഇതാണ് ഉടുപ്പി സ്റ്റേഷൻ. അപ്പോൾ അനുവിനൊരു കോഫി നമ്മൾ ഓർഡർ ചെയ്തു, പറഞ്ഞു. കോഫി കൊണ്ടുവന്നു. 25 റുപ്പീസാണ് കേട്ടോ കോഫി. നല്ല ചൂട് കോഫിയാണ്. അതായത് കോഫിയും മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ടുള്ളൊരു പൊടിയാണ് ഇട്ടിട്ട് അതിനകത്ത് മിൽക്ക് ഒഴിച്ചു, അല്ല മിൽക്കല്ല സോറി, ചൂടുള്ള കോഫി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടതിനുണ്ട്. ഇത് ബ്രെഡാണ്. പിന്നെ ഇതെന്ത് ഇതുപോലെ ഇത് ഓംലേറ്റ് വിട്ട് ഗ്രീൻ പീസൊക്കെ ഉണ്ട്. ഓംലേറ്റും ഗ്രീൻ പീസുമാണ്. പിന്നെ ഒരു പൊട്ടറ്റോ ഇടുന്നുണ്ട്. പിന്നെ ഒരു മാംഗോ ഡ്രിങ്ക് ഉണ്ട്. പിന്നെ ഇത് ബ്രെഡാണ്. പിന്നെ ഇതാ ബട്ടർ ഉണ്ട്, അമൂലിൻ്റെ. പിന്നെ കോഫി പൗഡർ ഉണ്ട്, സോസ് ഉണ്ട്, ഷുഗർ, പിന്നെ ഒരു സ്പൂൺ ടിഷ്യൂ പേപ്പർ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാജധാനിയിലെ. കഴിച്ചാലോ അത് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി. ഇതിപ്പോൾ നമ്മൾ
ബത്കൽ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ആയിട്ടുണ്ട് കേട്ടോ. അത് 2 ഫ്രൂട്ടി എടുത്താ കഴിക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത? കഴിക്കും. എന്തൊക്കെയാണ്? ബ്രെഡ് ഉണ്ടോ? ഓംലെറ്റ് ഉണ്ടോ? അല്ലേ? ഓംലെറ്റ് ബ്രെഡ് അല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രെഡ് ഓംലെറ്റ്, പിന്നെ ബട്ടറുണ്ട്, സോസ് ഉണ്ട്, പിന്നെ ഒരു ഫ്രൂട്ടി ജ്യൂസ് ഉണ്ട്, മാംഗോ ജ്യൂസും ഉണ്ട്. അതല്ലാതെ തന്നെ അവർ ടീയുടെ സാഷീസ് ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളം കൊണ്ടുവരും. നമ്മൾ മെയിൻ പൗഡർ കലക്കി ടീ കുടിക്കാവുന്നതാണ്. നമ്മൾ ഉടുപ്പിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കാർവാർ ആവാറായിട്ടുണ്ട്. കാർവാർ കഴിഞ്ഞാൽ അടുത്ത മഡ്ഗാവണാണ്. നല്ല യാത്രയാണ്, നല്ല രസമാണ് രാവിലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഒരു കർണാടകയുടെ പുതുതായ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കൃഷിയുള്ള സ്ഥലമാണ്. വരുന്ന വഴിക്ക് ഒരുപാട് ക്യാബേജ് തോട്ടമൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല യാത്രയാണ് ഈ രാജധാനിയിൽ നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ മഡ്ഗാവൺ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഗോവൻ വിശേഷങ്ങളാണ് വരുന്ന വീഡിയോസ് എല്ലാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് hit the bell icon for notification for next video. This is Trav Cup. Bye.